നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വിപണി 4 മാസത്തെ ഉയർന്ന നിലയിലായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. സെൻസെക്സ് 862 പോയിന്റ്സ് ഉയർന്നു, നിഫ്റ്റി 262 പോയിന്റ്സ് ആണ് ഉയർന്നത്. ഇന്നത്തെ മൊത്തത്തിലുള്ള ഇന്ത്യൻ വിപണിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബാങ്കിങ്, റിയാലിറ്റി, FMCG, ലാർജ് ക്യാപ് ഓഹരികളിലെ ശക്തമായിട്ടുള്ള ബൈയിങ് തന്നെയാണ് മൊത്തത്തിലുള്ള വിപണിയിലെ വികാരത്തെ ഉയർത്തിയത്. ബാങ്കിങ് ഓഹരികൾ തന്നെയാണ് റാലിയിൽ മുന്നിലെത്തിയത്. നിഫ്റ്റി ബാങ്ക് 623 പോയിന്റ്സ് ഉയർന്ന് 57,423 ക്ലോസ് ചെയ്യുന്നത്. കൊടാക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് കമ്പനികൾ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ മികച്ച പ്രകടനത്തിന് പിന്നിൽ ശക്തമായ സംഭാവന നൽകിയത്. ഇന്ന് നിഫ്റ്റിയും നിഫ്റ്റി ബാങ്കും ഒക്കെ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചപ്പോഴും മിഡ് ക്യാപ്പാണ് താരതമ്യേന കുറച്ച് മോശം പ്രകടനം കാഴ്ചവെച്ചത്. വെറും 271 പോയിന്റ്സ് മാത്രമാണ് ഉയർന്നത്. എല്ലാ സെക്ടറുകളും ഗ്രീനിലായിരുന്നു ക്ലോസ് ചെയ്തത് എന്നൊരു പ്രത്യേകത കൂടി ഇന്നുണ്ട്. റിയാലിറ്റി, FMCG എന്നിവയാണ് ഏറ്റവും കൂടുതൽ പ്രകടനം കാഴ്ചവെച്ചത്. ഏകദേശം 2% ഉയർന്നു. ഇനി നിഫ്റ്റി 50-യിലെ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ ഒരു കമ്പനി നെസ്ലെ ആയിരുന്നു. സ്ഥിരമായ ആഭ്യന്തര ഡിമാൻഡും വിലക്കയറ്റവും കാരണം രണ്ടാം പാദത്തിലെ ശക്തമായിട്ടുള്ള ഫലങ്ങൾക്ക് ശേഷം സ്റ്റോക്ക് ഏകദേശം 4% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇനി മിഡ് ക്യാപ് സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഇടിവ് നേരിട്ടത് എറ്റേണൽ ആയിരുന്നു. സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് കമന്ററി തന്നെയാണ് സ്റ്റോക്ക് ഇടിയാൻ കാരണമായത്. ഏകദേശം 3% ഇടിഞ്ഞത്. HDFC ലൈഫ് ഇൻഷുറൻസിൽ സമ്മിശ്രമായിട്ടുള്ള ഒരു പാദഫലങ്ങളാണ് റിപ്പോർട്ട് ചെയ്ത് സ്റ്റോക്ക് ഇടിയാനുള്ള കാരണവുമായി. കൂടാതെ ശക്തമായിട്ടുള്ള ഭവന ആവശ്യകതകൾക്കിടയിൽ റിയാലിറ്റി ഓഹരികൾ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ സെഷനിലും നേട്ടം കൈവരിച്ചു. ഈ സെക്ടറിന്റെ ശക്തമായിട്ടുള്ള പിന്തുണയോടുകൂടി Q2 റിസൾട്ടുകൾ മികച്ചതായതോടെ ഒബ്റോയ് റിയാലിറ്റി മികച്ച നേട്ടമാണ് ഇന്നുണ്ടാക്കിയത്. സ്റ്റോക്ക് 6% ഉയർന്നു. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഈ സെഗ്മെന്റിൽ 2 സ്റ്റോക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഓല ഇലക്ട്രിക് എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഇന്ന് 5% അപ്പർ സർക്യൂട്ടിലാണുള്ളത്. സ്റ്റോക്കിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ സ്റ്റോക്കിൽ ഇന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തുള്ള ലെവലുകൾ ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേയായി പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴിതാ 3 മാസത്തേക്ക് 55% ഡിസ്കൗണ്ടോടുകൂടി 1299 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമുണ്ട്. ഗ്രൂപ്പിൽ നമ്മൾ എഡ്യൂക്കേഷൻ വ്യൂ ആയി നൽകിയ ഒരുപാട് സ്റ്റോക്കുകൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പ് സന്ദർശിക്കാവുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായി. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റോക്കിലേക്ക് പോകാം. ഓല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ ഡെയിലി ബേസിസിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ചാനൽ ഫോർമേഷനാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ പാറ്റേണിൽ നിന്നും ഇപ്പോഴൊരു ബ്രേക്ക് ഔട്ട് ലഭിച്ചിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. RSI ഉള്ളത് ഇപ്പോൾ 54 എന്ന നിലയിലാണ്. സ്റ്റോക്കിനെ കുറിച്ച് മറ്റ് ചില പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ പ്ലഡ്ജ് 0% കുറച്ചിരുന്നു. ആദ്യം അത് 6.61% ആയിരുന്നു. അത് ജൂൺ ക്വാർട്ടറിലാണ് തിരികെ 0 കൊണ്ടുവന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ DIS അവരുടെ സ്റ്റേക്ക് ഓല ഇലക്ട്രിക്കിൽ കുറച്ചിരിക്കുകയാണ്. പബ്ലിക് ഹോൾഡിംഗ്സിലും വർധനവ് തന്നെയാണ് കാണുന്നത്. ഇനി സ്റ്റോക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 58 രൂപ 50 പൈസയാണ്. ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 53 രൂപയുമാണ്. ഇവിടെ നമ്മൾ ഒരിക്കലും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല പറയുന്നത്. നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ചില പാറ്റേണുകളും അതിനെയൊക്കെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു ധാരണ സ്റ്റുഡൻസിൽ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഓല ഇലക്ട്രിക്കിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള ഒരു ബുള്ളിഷ് വോളിയം കാണാനില്ല. നല്ല വോളിയമുള്ള മറ്റൊരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ സിനോറസ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. സ്റ്റോക്കിൽ ഒരു റൗണ്ടിങ് ബോട്ടമാണ് ഇപ്പോൾ ഫോം ആയിട്ടുള്ളത്. കൂടാതെ ഈ കാണുന്ന ഈ ഒരു ബോക്സിനുള്ളിലായിട്ടായിരുന്നു ഈ സ്റ്റോക്ക് കുറേ ദിവസങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നാൽ അവിടെ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചിട്ടുണ്ട്. ആ ബ്രേക്ക് ഔട്ട് കൺഫേം ആകുമോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇനി ഇന്നത്തെ ക്യാൻഡലിന്റെ ഹൈക്ക് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ, അതായത് 755 മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ ആദ്യം വരാൻ പോകുന്ന ഒരു ടാർഗറ്റ് സാധ്യതയുള്ളത് 774 അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 791 വരെ പോകാനുള്ള സാധ്യതകളുമുണ്ട്. സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 718 ഇനി ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഇൻഫോസിസ് ADR ഏകദേശം 4% ഇടിവ് Q2 റിസൾട്ടുകൾക്ക് ശേഷം ഉണ്ടാക്കിയിരിക്കുന്നു. ഏതായാലും ഈ ഒരു കാരണം കൊണ്ട് തന്നെ നാളെ മാർക്കറ്റിനെ ഇത് സ്വാധീനിക്കുമോ എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. ഇൻഫോസിസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളും കൂടാതെ നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ കാണാം. കൂടുതലായിട്ട് ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് കോഴ്സ് കടന്നു പോകുന്നത്.
അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നാളെ രാവിലെ വീണ്ടും കാണാം. ഏവർക്കും നന്ദി.